ഹൈ ഓൾ, വെൽക്കം ടു PSC ഇൻസൈറ്റ്സ്. നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിനേഷൻ ഒന്നാം ഘട്ടത്തിൽ പല ഉദ്യോഗാർത്ഥികളെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ സിവിക്സ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, സിവിക്സിലെ 5 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത്? നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ? ഇനി അവർ ചോദിച്ചത് എന്താണ്? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇനി രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിൻ്റെ സൊല്യൂഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭരണഘടനയിലെ ചോദ്യങ്ങൾ എവിടെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താം. നമുക്ക് ആദ്യം ഒന്ന് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെയുള്ള സിലബസ് ഉണ്ട്. സാധാരണ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം കൃത്യമായിട്ട് ഇന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പ്രിയാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്രിയാമ്പിളിൽ നിന്ന്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ വളരെയധികം വിരളമാണ്. അത് ചോദിക്കാതെ തന്നെ PSC ഇതുവരെ ചോദിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സിവിക്സ് എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഇങ്ങനെ ഓരോ ടോപ്പിക് ഉണ്ട്. ഇതിനകത്ത് ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്പാൽ ലോകായുക്ത, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുമാണ്. നമുക്ക് എന്തായാലും ആദ്യം സിവിക്സിന്റെ 5 ക്വസ്റ്റ്യൻസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ 5 ചോദ്യങ്ങൾ നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. സിവിക്സിന്റെ ഒന്നാമത്തേതെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഇതൊരു സിവിക്സിന്റെ ചോദ്യമാണ്. അതേപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റ്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിവിക്സിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ എഫക്റ്റ് ഓൺ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, പ്രധാനമായി നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളെ പോലെയുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതും സിവിക്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഫെയർ വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ച്, ഇപ്പം ലേബർ മേഖലയിലെ അതിന്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യമാണ്. ഇതും സിവിക്സ് ആണ്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ ചോദ്യം സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷനാണ്. അതിനകത്ത് എത്ര അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യം. രണ്ടാമത്തത് ദ ഓതർ ഓഫ് ബുക്ക് ദ റിച്ചർഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം, ഇത് നമ്മളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ അത് അസ്ഥാനത്താണ്. ഇത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് ടോപ്പിക് ആയിട്ടുള്ള സിലബസിന് വെളിയിൽ നിന്നുള്ളൊരു ചോദ്യമായിട്ട് ഇത് വന്നു. ഇവിടെ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് അടുത്ത കാലത്ത് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഒരു ഉയർന്നു കേട്ട ഒരു പേരാണ് ഫ്രാൻസ് ഫാനോന്റെ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ദ റിച്ചർഡ് ഓഫ് ദ എർത്ത്. ഇതെങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല മൂല്യങ്ങളെയൊക്കെ ഇതിനകത്ത് അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ അതിന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരിത് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ചോദ്യം നമുക്ക് കാണാം. സോ ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് നമ്മുടെ സിലബസ് ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് പ്രത്യേകം നോക്കിക്കോണം. ഇവിടെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗമില്ല, മറിച്ച് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ജനറൽ ടോപ്പിക് ആണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. സോ നമുക്കിതിനെ ഒരു ഓഫ് ടോപ്പിക് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് ലുക്ക് ഈസ്റ്റ് പോളിസി, അഗെയിൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പലരും വിചാരിക്കുന്ന ഇത് ഒരു നമ്മുടെ എക്കോണമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന്. ഈ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ IMFും രൂപീകരിക്കപ്പെട്ടു. അപ്പം ഈ IMFും നമ്മുടെ ഈ പറയുന്ന ഈ വേൾഡ് ബാങ്കും ഒക്കെ ഈ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്തൊക്കെ നമ്മുടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ നോക്കിയോ, ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നതും നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ഇൻക്ലൂസീവ് സോഷ്യോ ഇക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു നമ്മുടെ സിവിക്സിന്റെ പകുതിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പകുതിയും കൂടെ ചേർത്തുള്ളതാണ്. ഒരു പക്ഷേ ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSP ആയിരിക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുക. എന്തായാലും ഇത് സിവിക്സിന്റെ ഭാഗമല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്നുള്ള നിലയിലേക്ക് വന്ന് കിടക്കുന്ന രീതിയിൽ, ഒരു പക്ഷേ ഇനി എക്കോണമിക്സിന്റെ ഭാഗമാണോ എന്ന് വിദ്യാർത്ഥികളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ഇട്ട ആ ഒരു പ്രശ്നമാണ്.
അതായത് ഓഫ് ടോപ്പിക്കായിട്ട് കറണ്ട് അഫയേഴ്സ് കുത്തി നിറച്ചുകൊണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇട്ടു. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ പ്രശ്നമൊന്നുമല്ല, മറിച്ച് ഇത് ഈ PSC ചോദ്യങ്ങളിട്ട അതിൻ്റെ രീതിയുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു സിലബസിനോട് ഒത്തുപോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആണ്, അല്ലാതെ മറ്റു ചോദ്യങ്ങൾ ഇതുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഇനി നമുക്ക് ഇതിനകത്ത് സിലബസുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിവിക്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ്, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിവിക്സിന് വന്ന എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിക്സ് സാധാരണ ചോദിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചോദ്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. സാധാരണ എന്താ ചോദിക്കുന്നത്? ലോക്പാൽ, ലോകായുക്ത അല്ലെങ്കിൽ ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷനെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യറിമേ, ഇതിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സാധാരണ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് മാറി ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് ചോദ്യങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ വന്നേക്കുന്ന മാറ്റം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. ഇവർ ഇത്തരത്തിൽ ഓഫ് ടോപ്പിക് ആയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ, അതും പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു 3 ചോദ്യങ്ങളോളം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും അല്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് എങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം ചോദ്യങ്ങൾ വരും എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും നമുക്കിതിൻ്റെ സൊല്യൂഷൻസ് ഒന്ന് നോക്കാം. ഈ സൊല്യൂഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ഗുണം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇത് അറ്റംപ്റ്റ് ചെയ്തവർക്കും ഒന്ന് അനലൈസ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Which of the following consumer rights are listed under the Consumer Protection Act 2019? Right to safety, right to be informed, right to choose, right to be heard, right to seek a redressal, right to consumer awareness. നമ്മുടെ റൈറ്റ് ആൻസർ D ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മളുടെ കൺസ്യൂമർ റൈറ്റ്സിൽ വരുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 2(9) സെക്ഷൻ എന്ന് പറയുന്ന ആ സെക്ഷനിലാണ് കൃത്യമായിട്ട് ഈ 6 കാര്യങ്ങളും പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. D ആണ് റൈറ്റ് ആൻസർ. നമുക്കിനി അടുത്ത് നോക്കാം. നമ്മളുടെ ചോദ്യം വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് പ്രൈമറിലി എയിം ടു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഈ ഒന്ന് മാറി ചിന്തിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ രീതിക്കും ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ച് നിർവചനങ്ങളിലേക്ക് പല ക്വസ്റ്റ്യൻസും പോയിട്ടുണ്ട്. സിവിക്സിന്റെ ഒരു പ്രത്യേകത, പല നിർവചനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇനി വരുന്ന 1-2 ക്വസ്റ്റ്യൻസും അങ്ങനെ നമുക്ക് കാണാം. വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്തിനെ എയിം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആൻഡ് സോയിൽ കൺസർവേഷൻ, പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻക്രീസ് അർബൻ വാട്ടർ സപ്ലൈ, എക്സ്പാൻഡ് ഇറിഗേഷൻ സബ്സിഡീസ്. നമുക്ക് നോക്കാം. അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആൻഡ് സോയിൽ കൺസർവേഷൻ ആണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലുള്ള നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ സിലബസ് ഓഫ് ടോപ്പിക് ഒന്നുമല്ല, പക്ഷേ ഈ ചോദിച്ചിരിക്കുന്നത് അതിലൊരു നിർവചന രീതിയിലാണ്. അപ്പോൾ നമുക്കൊരു പരന്ന വായനയുടെ ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങൾ ഫാക്ട്സ് മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നോക്കിക്കോണം. പ്രൈമറി ഗോള് റെയിൻ വാട്ടർ, സോയിൽ ആൻഡ് വെജിറ്റേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു കൺസർവേഷനും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. പ്രധാനമായും 4 ഒബ്ജക്റ്റീവ്സ് ആണ്. സോയിൽ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് റീചാർജ്, ബയോമാസ് പ്രൊഡക്ഷൻ, സോഷ്യൽ ആൻഡ് ഇക്കോണമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ അതൊന്ന് നോക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. വിച്ച് ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്ക്വിഷസ് സോഷ്യൽ സെക്യൂരിറ്റി ഫ്രം സോഷ്യൽ വെൽഫെയർ? ഇവിടെ നമുക്ക് നോക്കിക്കോ, ഇത് വീണ്ടും നിർവചനമാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റിയുടെ നിർവചനം എന്ത്, സോഷ്യൽ വെൽഫെയറിന്റെ നിർവചനം എന്ത്? അപ്പോൾ നമ്മളുടെ വെറുതെ ഒരു ആക്റ്റോ അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസോ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് നമ്മൾ പോകുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കണം. ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, ലീഗൽ എൻറ്റൈറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ ഓർ സ്റ്റാറ്റസ്, ടെമ്പററി അസിസ്റ്റൻസ്. റൈറ്റ് ആൻസർ C ആണ്. ലീഗൽ എൻറ്റൈറ്റ്മെന്റ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ ഓർ സ്റ്റാറ്റസ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ വെൽഫെയർ രണ്ടും നമ്മുടെ സിലബസിലുള്ളതാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അയാൾക്ക് കൊടുക്കുന്ന ഒരു അഷുറൻസ് ആണ്. ലീഗലായിട്ട് ഒരു നിയമപരമായി അയാൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്.
അപ്പോൾ അയാൾ ഒരു പേറോൾ ടാക്സിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയത്തിലോ അയാൾ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ശമ്പളത്തിന്റെ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷനിലോ കൊടുക്കുന്ന ഒരു എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് കൊടുക്കുക. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി ആണ്. അത് എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി കൊടുക്കുന്നതാണ്. അതായത് ജോലി ചെയ്യുന്ന ആളോ ജോലി കൊടുക്കുന്ന കമ്പനിയോ കൊടുക്കുന്ന അയാളുടെ ഒരു തൊഴിലധിഷ്ഠിതമായ അവകാശമാണ്. അതേസമയത്ത് സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവായിട്ട് നമ്മളുടെ ഒരു ഗവൺമെന്റ് പൊതുവായിട്ട് ഒരു സമൂഹത്തിന് ചെയ്യുന്ന ഒരു നോൺ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള കുറച്ച് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്, ഒരു സാമൂഹികപരമായിട്ടുള്ള സേവനങ്ങളാണ്. അതേസമയത്ത് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിയിൽ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സാമ്പത്തികമായിട്ട് ഒരു ഇൻഷുറൻസോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ ലീഗലായിട്ട് അവർക്ക് തിരിച്ച് അതിനൊരു സാമ്പത്തികമായ അഷുറൻസ് ലഭിക്കും. അതേസമയത്ത് സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ വെൽഫെയറിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏൺഡ് റൈറ്റ് ആണ്. അതായത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ലീഗലായിട്ട് കിട്ടുന്നതാണ്. അതേസമയത്ത് സ്റ്റേറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. അത് ലീഗൽ അല്ല, അതായത് ഒരു ഗവൺമെന്റ് ഒരു പോളിസി അനുസരിച്ചോ അല്ലെങ്കിൽ പദ്ധതി അനുസരിച്ചോ ആയിരിക്കും. ഇനി പ്രൈമറി ഗോൾ എന്ന് പറയുമ്പോൾ ഇൻകം മെയിൻ്റെനൻസ് ആണ്. ഒരു തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഒരു വരുമാനം ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയാം. പോവർട്ടി അലിവേഷൻ ആണ് പ്രധാനമായി സോഷ്യൽ വെൽഫെയറിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ സിവിക്സിന്റെ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചോണം. നമ്മളുടെ ഈ സിലബസ് നമ്മളൊന്ന് എടുത്ത് ഈ നിർവചനങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ചോദിക്കാം. വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ലേബർ റൈറ്റ്സ്, അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിന്റെ പദ്ധതികൾ എന്താണ്, അല്ലെങ്കിൽ ഈ പദ്ധതികളുടെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക് വരാം. ഏറ്റവും നല്ലൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജെമിനിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എഐയോ വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേയേറെ സെർച്ച് റിസൾട്ട്, നമ്മൾ ജെമിനിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ പല റിസൾട്ടുകൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള പല റിസൾട്ടുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഉത്തരമായിട്ട് കിട്ടും. അത് നമുക്ക് കുറച്ച് ഗുണം ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിൽ അത് പഠിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കിനി വരുന്ന ഘട്ടങ്ങൾക്ക് വലിയ സമയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, why is decentralization important for effective rural employment programs? എന്തുകൊണ്ടാണ് റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന് ഡീസെൻട്രലൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇറ്റ് റെഡ്യൂസസ് ബഡ്ജറ്റ് അലോക്കേഷൻ, ഇറ്റ് ഇംപ്രൂവ്സ് ലോക്കൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്ലാനിംഗ്, ഇറ്റ് ലിമിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ്, ഇറ്റ് അവോയ്ഡ്സ് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. നമ്മുടെ താഴേക്കിടയിലാണല്ലോ നമ്മൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കേന്ദ്ര ഭരണം, അല്ലെ, നമ്മളുടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭരണത്തെ നമ്മൾ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അതായത് പഞ്ചായത്ത് രാജിനോ അല്ലെങ്കിൽ ടൗണുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ ഒക്കെ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു അവരുടെ കുറേ അവകാശങ്ങൾ. അതനുസരിച്ച് താഴേക്കിടയിലെ സാധാരണക്കാരുടെ പങ്കാളികളായിക്കൊണ്ട്, ഇപ്പൊ ഗ്രാമസഭ പോലെയുള്ള കാര്യങ്ങൾ പങ്കാളികളായിക്കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ എന്താണ് നമുക്ക് ഗുണം ഉണ്ടാക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ അത് ലോക്കൽ പ്ലാനിങ്ങിന് ഒരു ഒരു ക്രൂഷ്യലായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് അക്കൗണ്ടബിലിറ്റി ആണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ, ഏറ്റവും താഴേക്കിടയിൽ, ഗ്രാമങ്ങളിലുള്ള ആൾക്കാരുടെ ഇടയിൽ അതൊരു അക്കൗണ്ടബിൾ ആയിട്ട് മാറുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ വെൽഫെയർ സ്കീംസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ ഒക്കെ കൃത്യമായിട്ട് ചെല്ലുന്നു എന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. ഇനി എഫിഷ്യന്റ് ടാർഗറ്റിംഗ് ആണ്. കാരണം പഞ്ചായത്തുകളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അപ്പോൾ 1000 പേര് അല്ലെങ്കിൽ 2000 പേര്. അപ്പോൾ അവർക്കിടയിൽ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും, അതിൻ്റെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ് അതിൻ്റെ ടാർഗറ്റിങ്. ഇനി സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ചെറിയ സ്ഥലമാണ്, അതുകൊണ്ട് കുറച്ച് ദ്രുതഗതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഗുണം, ഡീസെൻട്രലൈസേഷൻ്റെ ഗുണം. അപ്പോൾ എഗെയിൻ നമുക്കിതൊരു നിർവചന രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് സബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലോ ആണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് പ്രിൻസിപ്പിൾ അണ്ടർലൈങ്
ലേബർ ലെജിസ്ലേഷൻ മോസ്റ്റ്ലി ഡയറക്ട്ലി സപ്പോർട്ട്സ് ഫെയർ വർക്കിംഗ് കണ്ടീഷൻ, ഫ്രീഡം ഓഫ് കോൺട്രാക്ട് വിത്തൗട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം അൺഈക്വൽ ബാർഗൈനിങ് പവർ, കംപ്ലീറ്റ് ഡീറെഗുലേഷൻ ഓഫ് ലേബർ മാർക്കറ്റ്സ്, പ്രൈവറ്റൈസേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ്. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം അൺഈക്വൽ ബാർഗൈനിങ് പവർ. നമുക്കറിയാം, ഏതൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കും ട്രേഡ് യൂണിയനുകൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും ഈ ബാർഗൈനിങ് പവർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ ദാതാവുമായിട്ട് എപ്പോഴും ഒരു ബാർഗൈനിങ് പവർ, അവരുടെ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉയർന്ന സാലറികൾക്ക് വേണ്ടിയിട്ട്, ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ലേബർ ലെജിസ്ലേഷൻ, അതായത് നമ്മളുടെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അതിനുണ്ട്. പ്രൊട്ടക്റ്റീവ്, ഒരു സംരക്ഷണം. ഈ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇൻട്രസ്റ്റിന് ഒരു സംരക്ഷണം, അവർക്ക് ബാർഗെയിൻ ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതൊരു മെക്കാനിസമാണ്. ഇതാണ് മോഡേൺ ലേബർ ലോയുടെ അടിത്തറ എന്ന് പറയുന്നത്. അഗെയിൻ നമുക്കൊരു നിർവചന രീതിയിലാണ് ഇതും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമുക്ക് ഈ ചോദ്യങ്ങളുടെയൊക്കെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള ആൻസേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയോ, കുറച്ച് നീളമുള്ള ആൻസേഴ്സ് എല്ലാം ആണ് ഇത് ആൻസേഴ്സ് ആയിട്ട് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഈ സിവിക്സിൽ എല്ലാം നീളമുള്ള ആൻസേഴ്സ് ആണ് റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ ഇപ്പം കുറച്ച് കുറച്ച് സബ്ജക്റ്റീവായിട്ട് പഠിക്കേണ്ട കുറച്ച് ആവശ്യമുണ്ട്. അതിലെല്ലാം നമ്മൾ നോക്കണം, ഈ സിമ്പിൾ MCQs ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ സിമ്പിൾ MCQs ഇനി രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും വരുമോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ലെങ്കിലും നമുക്കിനി വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, അത്യാവശ്യം ഒരു നോളജുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ റൈറ്റ് ആൻസർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേഗം എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്, ഇതിനകത്ത് വാട്ടർ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആകെപ്പാടെ ഇനി അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇൻക്രീസ് അർബൻ വാട്ടർ സപ്ലൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ അത്യാവശ്യം ബേസിക്കലി ഒരു സാധനം പഠിച്ച ആൾക്ക് ഈ റൈറ്റ് ആൻസർ എയിലേക്ക് പോകാൻ വലിയ വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. ഇനി നമുക്ക് വേറൊരു ചോദ്യം എടുത്താലും, ഇവിടെ നോക്കിയേ, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇത് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക്, ഒരു തീർത്തും സീറോ നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് തെറ്റിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം എന്താണെന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, ലീഗൽ എൻറ്റൈറ്റ്മെന്റ്, ടെമ്പററി അസിസ്റ്റൻസ്, എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നിയമപരമായിട്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഒരാൾ. അതന്നെയാണല്ലോ നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഒരു ലോജിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് അതിനെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയ്മെന്റ് കാര്യം നമ്മൾ നോക്കുക, ഒരു ലോക്കൽ അക്കൗണ്ടബിലിറ്റി പ്ലാനിങ് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ആശയമാണ്. ബഡ്ജറ്ററി അലോക്കേഷൻ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഇല്ലല്ലോ. നമ്മൾ പഞ്ചായത്ത് രാജിലൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിന്റെ ആ ഒരു അതിലേക്കൊക്കെ എന്തെങ്കിലും ഒരു നമുക്ക് വലിയ ബാധ്യതകൾ വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിത് വായിച്ചാൽ ലോജിക്കലി തന്നെ ആൻസറിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളിൽ ഒന്നാമത്തത് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ കൺസിസ്റ്റഡ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ്? സത്യത്തിൽ ഇതൊരു ചരിത്രവുമായിട്ട് ഹിസ്റ്ററിയും കൂടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലബ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. റൈറ്റ് ആൻസർ ബി ആണ്. 3 മെമ്പേഴ്സ് ആണുള്ളത്. നമ്മുടെ 1953 പോട്ടി സീതാരാമലു എന്ന് പറയുന്ന നമ്മുടെ ആന്ധ്രയിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഈ ആന്ധ്രാപ്രദേശ് ഒരു പ്രത്യേക സംസ്ഥാനമാക്കണം എന്ന് പറഞ്ഞിട്ട്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനമാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിരാഹാര സമരം കിടക്കുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വലിയ ഒരു പ്രക്ഷോഭവും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതിന് പരിഹാരമായിട്ടാണ് ഈ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന ഒരു ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. അതിനു മുമ്പ് 2 കമ്മീഷൻസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒക്കെ നോക്കണം, JVP കമ്മീഷനും ഒക്കെ. അപ്പോൾ അതിനകത്തൊന്നും നമ്മുടെ ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളെ അവർ എന്ത് ചെയ്യുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. എന്തായാലും ഫസൽ അലി കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി, KN കുൻസ്രു, KM പണിക്കർ എന്നീ 3 പേരാണ്. ഈ 3 പേര് ചേർന്നിട്ടാണ് പിന്നീട് നമ്മളുടെ 1955 ഒരു റിപ്പോർട്ട് വയ്ക്കുകയും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി എന്ന് പറയുന്ന രീതിയിൽ ഒരു 4 രീതിയിൽ കുറേ
സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ഒരു ശുപാർശകൾ അനുസരിച്ചിട്ടാണ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പഞ്ചാബ്, ഹരിയാന 2 സംസ്ഥാനങ്ങളാകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത് അതും ഈ 1956 പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ 2 സംസ്ഥാനങ്ങളായിട്ട് മാറുന്നത്, 1960-ലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റേറ്റിന്റെ ഒക്കെ രൂപീകരണത്തെക്കുറിച്ച്, തെലുങ്കാന അല്ലെങ്കിൽ നമ്മുടെ കശ്മീർ, ലഡാക്ക് വരെയുള്ള ചരിത്രമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കാം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹു ഇസ് ദ ഓഥർ ഓഫ് ബുക്ക് ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത്? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്രാൻസ് ഫാനോൺ ആണ്. ഈ അടുത്ത കാലത്ത് ഇസ്രയേൽ പലസ്തീൻ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് കാര്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു ഫാനോണിയൻ ഡിബേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി ഒക്കെ എഴുതപ്പെടുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം വരുന്നത്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്, ഇന്റർനാഷണൽ റിലേഷൻസ് ആണെന്ന് പറയാം. എനിവേ, നമ്മുടെ ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസി അത് ആരാണ് മുന്നോട്ട് വെച്ചത്, ഏത് പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ്. നരേന്ദ്രമോദി, നരസിംഹറാവോ, മൻമോഹൻ സിംഗ്, AB വാജ്പേയി? ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നരസിംഹറാവോയാണ്. ഇത് നമുക്ക് ചിലപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗമാണോ എന്നൊക്കെ ഒരു സംശയമൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആക്ച്വലി ഇതും നമ്മളുടെ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ വിദേശ നയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇതും ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ 1991 നമ്മുടെ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുടെ ഭാഗമായി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു അക്കാലത്ത് പ്രഖ്യാപിച്ചാണ് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആസിയാൻ രാജ്യങ്ങൾ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക, വ്യാപാര ബന്ധമൊക്കെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലയുമായിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഈ കോൾഡ് വാറിനൊക്കെ ശേഷമുള്ള ഒരു ലോകത്ത്, പ്രത്യേകിച്ച് നമ്മൾ അക്കാലത്തായിരുന്നു നമ്മളുടെ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിട്ടിരുന്നത്. അന്ന് ഈ നമ്മളുടെ വാഷിങ്ടൺ കൺസെൻസ് എന്ന് പറയുന്ന ഒരു ആശയം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ന്യൂ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. പിൽക്കാലത്ത് ഈ ലുക്ക് ഈസ്റ്റ് പോളിസിക്ക് വലിയ മാറ്റങ്ങളൊക്കെ വന്നു. AB വാജ്പേയിയുടെ കീഴിലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും അതിന് കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നു. വെറും സാമ്പത്തിക മേഖലയിലുള്ള ഒരു സഹകരണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈസ്റ്റ് ഏഷ്യൻ മേഖലയുമായിട്ട് സ്ട്രാറ്റജിക് സെക്യൂരിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിങ്കേജ്, വിദ്യാഭ്യാസപരവും കൾച്ചറലുമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന സെക്യൂരിറ്റിയായിട്ട് ബന്ധമുള്ള ബന്ധങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനി നമുക്ക് നോക്കാം, 2014 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം, ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിംവർക്ക് ഈ ലുക്ക് ഈസ്റ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ നരസിംഹറാവു ആണോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണോ എന്നുള്ളതിൽ ഒരു സംശയം തോന്നും. കാരണം എപ്പോഴും ഇപ്പോൾ നമുക്ക് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന പേരിൽ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് പലപ്പോഴും ന്യൂസിൽ കാണുക. അപ്പോൾ അത് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ട് നമ്മളുടെ പ്രധാനമായി മാരിടൈം സെക്യൂരിറ്റി, നമ്മുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇൻഡോ പസഫിക് റീജിയനെ കണക്ടിവിറ്റി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഗ്രേഡേഷൻ ഈ ഒരു ലുക്ക് ഈസ്റ്റ് പോളിസിയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആക്ട് ഈസ്റ്റ് പോളിസി. അത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെയാണ്. അപ്പോൾ ഓർത്തോണം, ലുക്ക് ഈസ്റ്റ് പോളിസി നരസിംഹറാവുടെയും ആക്ട് ഈസ്റ്റ് പോളിസി നരേന്ദ്രമോദിയുടെയാണ്. അടുത്ത നമുക്ക് നോക്കാം, ദ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്, support democracy in the third world, preserve a global financial stability, prevent cyber terrorism. ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വിചാരിക്കും എക്കോണമിയുടെ ഭാഗമാണോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. എന്തായാലും നമ്മുടെ റൈറ്റ് ആൻസർ പ്രിസർവ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. നമുക്ക് 1944 ജൂലൈയിൽ ബ്രെട്ടൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, അമേരിക്കയുടെ ഒരു പ്രദേശത്ത്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഏകദാണ്ട് ഒരു കാലഘട്ടത്തിൽ രൂപീകൃതമായിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്. അപ്പോൾ ഇതൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ഈ വാഷിങ്ടൺ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ 2 ഫിനാൻഷ്യൽ അന്താരാഷ്ട്ര സാമ്പത്തിക ഓർഗനൈസേഷൻ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ഇവ അന്താരാഷ്ട്ര തലത്തിൽ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാവാതിരിക്കാനും കുറച്ചും കൂടെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ലോകത്തെ മാറ്റാനും ഒക്കെ ആയിട്ടുള്ള
രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ ഉദ്ദേശം ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഇതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കൊക്കെ തന്നെയാണ്. 2025 26 ഒക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് വിച്ച് ഇൻഡിക്കേറ്റർ ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദി ഇൻക്ലൂസീവ് സോഷ്യോ ഇക്കോണമിക് ഡെവലപ്മെന്റ്? GDP ഗ്രോത്ത് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം അലോൺ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇനി എക്കോണമി ആണോ ഇനി സിവിക്സ് ആണോ എന്നുള്ള സംശയം തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നത് സിവിക്സിലാണ്. ഇതും ഈ ചോദ്യം ഇട്ടവരുടെ ഒരു അബദ്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം ഒരുപക്ഷെ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം, ഒരുപക്ഷെ. എന്തായാലും DPSP ആയിട്ട് റിലേറ്റഡ് ആയിരിക്കാം ഒരുപക്ഷെ, നമുക്കറിയില്ല. എന്തായാലും ഇത് ഓഫ് ടോപ്പിക് ആയിട്ട് വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ സിവിക്സോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നോ എന്നോ നമുക്ക് പറയാം. ഇനി അത് സിവിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനെ കണ്ടാലും നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് സിവിക്സിൽ നിന്ന് എടുത്തു മാറ്റി ഞാനിത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവിടെ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സിവിക്സിന്റെ ഓരോ സിലബസിന്റെ ഓരോ പാർട്ടും കൃത്യമായിട്ട് തന്നെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. സിവിക്സിന്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ഭാഗവും കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അങ്ങനെ കാണിക്കാനില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് പറയേണ്ടി വരുന്നത്. അതേ സമയത്ത് ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ അതേപോലെ തന്നെയുണ്ട്, എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ അതേപോലെ തന്നെയുണ്ട്. സോ ഇത് നമുക്കൊരു അവരുടെ അബദ്ധമായിട്ട് മാത്രമേ അത് കരുതാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്തായാലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഇതിന്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാതിരിക്കുമായിരിക്കുമല്ലോ. ഒരു പക്ഷേ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ 1990 അമർത്യ സെന്നും അതുപോലെ തന്നെ മെഹബൂബ് ഉൽ ഹക്കും കൂടെ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ്. നമ്മളുടെ ഈ ആയുർദൈർഘ്യം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, ജീവിത നിലവാരം, ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതും ഒരുപക്ഷെ ഇന്റർനാഷണൽ തലത്തിൽ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത് ചോദിച്ചത്. എന്തായാലും ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ള പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നമുക്ക് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതാരുടെയും കുറ്റമൊന്നുമല്ല, നിങ്ങൾ പഠിച്ചതിൻ്റെയും പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇനി വരുന്ന ഘട്ടങ്ങളിൽ സ്റ്റേജുകളിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തായിരിക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇനി സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, കുറച്ചും കൂടെ സബ്ജക്റ്റീവായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലാത്ത ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി മേ ബി ഒരു ട്രെൻഡ് നമുക്കിനി വരുന്ന സ്റ്റേജ് 2ലും 3ലും വരാൻ ചാൻസ് ഉള്ളത്, മറ്റ് സബ്ജക്റ്റുകളിലും ഇതുപോലെ തന്നെ ഈ ചോദിക്കാത്ത ഭാഗങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ സിലബസിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. സോ നിങ്ങൾക്ക് ഈ കൂടുതലായിട്ട് ഇതുപോലെയുള്ള കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.